ഞാനങ്ങ് മുറിയിലോട്ട് പോവാണ്. അമ്മ ഇവിടെ നിക്ക്. അമ്മയുള്ളതല്ലേ എനിക്കൊരു ധൈര്യം. ഞാൻ നിക്കണോടി, അവൻ മെക്കിട്ട് കയറും. ഞാനില്ലേ അമ്മേ, ഇവിടെ തന്നെ നിൽക്കും. വിജയേട്ടൻ ഇന്ന് വരൂന്ന് ഓർത്തില്ല കേട്ടോ. വിജയേട്ടനോ? അതാരാ? എന്താ വിജയേട്ടാ, വിജയേട്ടന്റെ പേരും കൂടെ മറന്നുപോയോ? എന്റെ പേര് മാറ്റി പുതിയ പേരുകൾ വിളിക്കണേ. പുതിയ പേരോ? ആ, നീയും നിന്റെ അമ്മയും കൂടി എനിക്ക് കുറെ പേരിട്ടിട്ടുണ്ടല്ലോ. പട്ടി, നാറി, തെണ്ടി, ചെറ്റ, പിന്നെന്തൊക്കെയാടി? അത് വിജയേട്ടാ. മിണ്ടരുത്. എവിടെയാണ് നിന്റെ അമ്മ? അവരിവിടെ ഇല്ലേ? എവിടെയാന്നാ ചോദിച്ചേ? ഇങ്ങോട്ട് വാ. പാത്ത് പതുങ്ങി നിൽക്കാണോ? എന്താ വിജയേട്ട കാര്യം? കാര്യം ഞാൻ പറയാം. നിന്റെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. കരുനാഗപ്പള്ളി അമ്മ. ഫോണിൽ കിട സംസാരിക്കുന്ന ഭാഷ. ഹോ, എന്താ സംസ്കാരം, എന്താ അന്തസ്, എന്താ തറവാടിത്തം, എന്താ ആത്മാഭിമാനം. ഇത് വല്ലതും ജനിച്ച കുലത്തിൽ തൊട്ട് തേച്ചിട്ടുണ്ടോ നിങ്ങളെ? അത് വിജയേട്ടനെ വിളിച്ചതല്ല. മിണ്ടരുത് നീ. വിജയേട്ട പ്ലീസ്, അമ്മയ്ക്ക് ആള് മാറിപ്പോയതാ. അതെനിക്ക് അറിയാടി, പ്രത്യേകിച്ച് പറയണ്ട. എന്നെ പട്ടി തെണ്ടിന്ന് വിളിക്കാനുള്ള ധൈര്യമൊന്നും നിന്റെ അമ്മയ്ക്കില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. എന്നാലും ആരെങ്കിലും വിളിച്ചതാണല്ലോ, ഏത് കുലദ്രോഹിയോടും ആയിക്കോട്ടെ. എന്നാലും ആ ഭാഷ പുറത്തോട്ട് വന്നത് നിങ്ങളുടെ ചീഞ്ഞ വായിന്നാണല്ലോ, അല്ലേ? നിങ്ങൾ ഇത്രയ്ക്ക് തരം താണു പോയല്ലോ തള്ളേ. എന്തിനാ ഇങ്ങനെ പട്ടിക്ക് പ്രായം ചെന്നതുപോലെ? വയസ്സായി വരുമ്പോ ജ്ഞാനവും വിവരവും വിവേകവും കൂടി വരുന്ന ഞാൻ കേട്ടേക്കണേ. ഇത് നേരെ വിപരീതം. ആ, ഒരു ഗുണമുണ്ട്, എന്ത് പറഞ്ഞാലും ഒരു നാണവുമില്ല. ഹിപ്പോപ്പൊട്ടാമസ് വന്ന് നിക്കണ പോലെ നിന്നോളും. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നാവിറങ്ങിപ്പോയോ? ഒരബദ്ധം പറ്റിയെന്ന് വെച്ച് ഇത്രയൊക്കെ പറയാനുണ്ടോ? ഉണ്ടോടി രത്നമ്മ? ഞാൻ കിടക്കാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. എന്തു ഫലം! ചേമ്പിലേലോട്ട് വെള്ളം ഒഴിച്ചത് പോലെയുണ്ട്. അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ?